സർവ്വവിശ്വത്തിലെയും ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നായ ബ്ലാക്ക് ഹോളിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇവ എങ്ങനെ രൂപപ്പെടുന്നു എന്നറിയാമോ? ബ്ലാക്ക് ഹോൾ ശാസ്ത്രലോകം ഇന്നും കൗതുകത്തോടെ ഗവേഷണം നടത്തുന്ന ഒരു വിഷയം. ബ്ലാക്ക് ഹോളിന്റെ രൂപീകരണം ഒരു നക്ഷത്രത്തിന്റെ മരണത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നക്ഷത്രത്തിന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗം കാലത്തിലും അതിന്റെ കോറിൽ ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്ന് ഹീലിയം ആകുന്നു. ഈ ന്യൂക്ലിയർ ഫ്യൂഷനാണ് നക്ഷത്രത്തിന് പ്രകാശവും ഊർജവും നൽകുന്നത്. ഹൈഡ്രജൻ തീർന്നാൽ ഗുരുത്വാകർഷണം കാരണം കോർ ചുരുങ്ങി ചൂടാകുന്നു. ആ സമയം ഹീലിയം ഫ്യൂഷൻ ആരംഭിക്കുന്നു. ഹീലിയം ഫ്യൂഷനിലൂടെ ഓക്സിജൻ, നൈട്രോജൻ എന്നിവ ഉണ്ടാകുന്നു. വലിയ നക്ഷത്രത്തിന്റെ കോറിൽ ഫ്യൂഷൻ നടക്കുന്നത് പാളികളായി ആയിരിക്കും. അപ്പോൾ പുറത്തെ പാളികളിൽ ഹൈഡ്രജൻ, ഹീലിയം എന്നിവയും അകത്തെ പാളികളിൽ ഹീലിയം, കാർബൺ, ഓക്സിജൻ, നിയോൺ, സിലിക്കൺ എന്നിവയും ഏറ്റവും അകത്ത് അതായത് കോറിൽ അയണും ആകും രൂപപ്പെടുക. മറ്റെല്ലാ ഫ്യൂഷനിലും എനർജി റിലീസ് ചെയ്യും. പക്ഷേ അയണിന്റെ ന്യൂക്ലിയർ ബൈൻഡിംഗ് എനർജി ഏറ്റവും ഉയർന്നതായതിനാൽ ഫ്യൂഷൻ എനർജി പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ കോർ തകരുകയും നക്ഷത്രം പൊട്ടിത്തെറിക്കുകയും ചെയ്യും.